കല്യാണം കഴിയുന്നതിന് മുമ്പൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പാചക പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ കൂടുതലും പരീക്ഷിച്ചുകൊണ്ടിരുന്നത് പലഹാരങ്ങളിലാണ്. ഉണ്ണിയപ്പം, കലത്തപ്പം, അങ്ങനെ ഓരോ ഐറ്റംസൊക്കെയാണ് ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അമ്മ ഞാൻ ചെറുതാവുമ്പോൾ മുതലേ ജോലിക്ക് പോകുന്നതായതുകൊണ്ട് എനിക്കങ്ങനെ കറക്റ്റായിട്ട് ഒരാളുടെ അണ്ടറിൽ നിന്ന് ഓരോ ഐറ്റംസ് ഉണ്ടാക്കാനൊന്നും അറിയില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാനതിങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കും. എന്നിട്ട് മേമേൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ റെസിപ്പിയൊക്കെ അന്വേഷിച്ച് വരും. പിന്നെ ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്കും ഏകദേശം അതിൽ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ എൻ്റെ കുറച്ച് ഐഡിയ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു സാധനം ആക്കി എടുക്കാറുള്ളത്. അങ്ങനെ കുറേ പരീക്ഷണങ്ങളിലൂടെയാണ് ഞാൻ ഇപ്പോൾ ഉള്ള രീതിയിൽ കുക്കിങ്ങൊക്കെ ആയി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് വീട്ടിലെന്തായാലും അമ്മയും അച്ഛനൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വല്ലാണ്ട് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. കാരണം വെളിച്ചെണ്ണയോ അരിപ്പൊടിയോ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്രദ്ധിക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് അറിയുണ്ടാവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടാവും എന്നുള്ളത്. എന്തായാലും ഫ്ലോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ അമ്മയും അച്ഛനൊക്കെ വരുമ്പോഴത്തേക്കും അവിടെയൊക്കെ നീറ്റാക്കി ക്ലിയറാക്കി വൃത്തിയിലിട്ട് വയ്ക്കും ഞാൻ കേട്ടോ. കാരണം ഫ്ലോപ്പായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ സാധനങ്ങൾ വേസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞാലോ എന്നുള്ളതുകൊണ്ട് ഞാനത് വേഗം തന്നെ അവിടെ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ടാവും. ദൂരെ കൊണ്ടുപോയി അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് എങ്ങാനും നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഫ്ലോപ്പായി പോയി കഴിഞ്ഞാൽ ഇവരെന്തേലും പറയുമോ എന്നുള്ള പേടിയൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ട് അങ്ങനെ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാറുമില്ല. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും. അത് ഞാൻ അത്രയും ഓക്കെ ആണ് എന്ന് ഉറപ്പുള്ള സാധനങ്ങളാണ് ഞാൻ പൊതുവേ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഫ്ലോപ്പ് ആയിട്ടില്ല ഒന്നും ഉണ്ടാക്കണതൊന്നും കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഗിരേട്ടൻ തലേ ദിവസം തന്നെ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്ന സാധാരണ ഇവിടെ കറിയാണ് വെക്കാറുള്ളത്. ഞാൻ രാവിലെ എണീറ്റ് രാവിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കറിക്കല്ലേ എന്ന് കരുതിയിട്ട് കുനുകുനായിട്ട് ചെറു ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അമ്മയുടെ ഒരു ആഗ്രഹം. അമ്മ പറയുന്നത് കപ്സ് ഉണ്ടാക്കിയാലോ എന്ന്. എനിക്കാണെങ്കിൽ ഉണ്ടാക്കാനും അറിയില്ല. ഞാൻ അപ്പം തന്നെ പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ ഉണ്ടാക്കാനെന്ന്. അപ്പോൾ 2 ദിവസം മുന്നേ ഗിരേട്ടൻ്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത്രേ എല്ലാം അതിൻ്റെ ആ പാക്കറ്റിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും, അതിന് വേണ്ട എല്ലാ സാധനങ്ങളും അങ്ങനെ കിറ്റായിട്ട് തന്നെ കിട്ടും, അപ്പോൾ അത് ഈസിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മയ്ക്ക് അന്ന് തുടങ്ങിയ ആഗ്രഹമാണ്. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം തന്നെ പോയിട്ട് ഗിരേട്ടൻ കിറ്റൊക്കെ കൊണ്ടുവന്നു. കപ്സേൻ്റെ കിറ്റ്. അപ്പോൾ പറഞ്ഞ പോലെ ഉള്ളിലെല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് എന്നാൽ പിന്നെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് തുടങ്ങി. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല ഇതെങ്ങനെ ആവും എന്നുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ കറക്റ്റ് സാധാരണ കുക്കിംഗ് വീഡിയോ എടുക്കുന്ന പോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം അത് ഭയങ്കര ടെൻഷനായിരുന്നു. ഇതെങ്ങനെയാണ് കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇന്നേ വരെ ഒരാൾ ഉണ്ടാക്കുന്ന പോലും ഞാൻ നോക്കി നിന്നിട്ടില്ല. അപ്പോൾ പിന്നെ യൂട്യൂബിലെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കി അത് ഉണ്ടാക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ തുടങ്ങി. പിന്നെ ആ ഒരു പുറത്ത് എഴുതിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആ ഇൻസ്ട്രക്ഷൻസൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ അതിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്തു. കുക്കറിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചിക്കൻ ആ ചെറിയ പീസാക്കിയത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വലിയ പീസായിട്ട് കഴിക്കാൻ കിട്ടുമായിരുന്നു. ഇത് എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്കൊക്കെ ഓക്കെ ആയിരുന്നു. കാരണം ഞങ്ങൾ 4 പേരല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നല്ല ഉഷാറായി കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കഴിച്ച ടൈമിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. നമ്മൾ അങ്ങനൊരു ശ്രമം നടത്തി നോക്കിയിട്ട് അതെന്തായാലും റെഡി ആയല്ലോ എന്നുള്ളത്. അപ്പോൾ കുക്കർ തുറക്കുന്ന സമയത്തും എനിക്ക് അത്രത്തോളം ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇത് റെഡി ആയ സ്ഥിതിക്ക് നെക്സ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുമ്പോൾ റെസിപ്പി എന്തായാലും വീഡിയോയിൽ ഇടണ്ട്, ചാനലിൽ ഇടണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ പൊരിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങാനും ഇത് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അമ്മ രാവിലെ തന്നെ നമ്മുടെ സാധാരണ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി കഴിക്കാലോ എന്നൊക്കെയുള്ളൊരു പ്ലാനായിട്ട് അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാൾ ഉഷാറായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റെസിപ്പി ഞാൻ പിന്നെ ഇടണ്ട് കേട്ടോ.